സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്ലാമിൽ മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യ കഴിക്കണോ വേണ്ടോ അല്ലെങ്കിൽ നിരോധനം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എല്ലാവരും പറയുന്നത് മദ്യം കഴിക്കാൻ പാടില്ല, മദ്യനിരോധനം ഉണ്ട്. ഇസ്ലാമിൽ മദ്യനിരോധനം വരുന്നതിന് മുമ്പുള്ള കാലത്ത് മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം പൊതുവേ മുസ്ലിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒന്നാണെങ്കിലും ഈ പുത്തൻ മുസ്ലിങ്ങൾക്കും ദാവാക്കാരും ഇത് അംഗീകരിക്കാൻ ഭയങ്കര വിമുഖതയുള്ളവരാണ്. അതുകൊണ്ട് ഇക്കാര്യം അല്പം വിശദമായി ഒന്ന് പറയേണ്ട കാര്യമാണ്. ഇൻഷാ മസിഹ ഉടനെ വിശദീകരിക്കും. എങ്കിലും കുറച്ച് ഭാഗം നമുക്കൊന്ന് നോക്കാം. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മദ്യം വിളമ്പിയ യേശു എന്ന് മുസ്ലിങ്ങൾ വിളിച്ചു കൂവി നടക്കുമ്പോൾ അവരും അതിൽ പെട്ടുപോകുന്ന കാര്യം അവരറിഞ്ഞില്ല. ഈ വിളിച്ചു പറഞ്ഞ് നടന്നവർ അവരും അതിൽ പെട്ടുപോകും എന്നുള്ള കാര്യം അവരറിഞ്ഞില്ല. കാരണം അവരിങ്ങനെ വിളിച്ചു കൂവി എല്ലാ സ്ഥലത്തോടെയും വിളിച്ചു കൂവി കൊണ്ട് നടന്നു. യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവി നടന്നവർ ഈ മദ്യം വിളമ്പിയ യേശു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അവസാനം അവരും അതിൽ പെട്ടു. വേറെ ആരുമല്ല, എം അക്ബർ എന്ന് പറയുന്ന ദാവാ പ്രവർത്തകനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ പുതുതലമുറയിൽ ചിലപ്പോൾ ആർക്കും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദാവാ പ്രവർത്തനമായിട്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നിച്ചോ ട്രൂത്ത് എന്ന് പറയുന്ന ഡയറക്ടറായിരിക്കുന്ന അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജൊക്കെ വലിച്ചു കെട്ടി ഞങ്ങൾ ആദരിക്കുന്ന യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തെയും അപ്പോസ്തലന്മാരെല്ലാം മോശമാക്കി നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? എം അക്ബർ. സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് ഒരു സംവാദത്തിന് വിളിച്ചോടി പുള്ളി എല്ലാ പരിപാടിയും നിർത്തി ഓടിപ്പറിക്കാത്ത കയറി. എന്നിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് ഇപ്പോൾ പണി നടത്തുന്നതല്ലാതെ ഞങ്ങളുമായിട്ടൊരു സംവാദം നടത്താനുള്ള ഒരു ധൈര്യമൊന്നും പുള്ളിക്കില്ലാതായിപ്പോയി. എന്ത് ചെയ്യാം? ഈ മദ്യം വിളമ്പി യേശു എന്നൊക്കെ പറഞ്ഞ് ഇവർ നടക്കുമ്പോൾ, മുസ്ലിങ്ങൾ നടന്നപ്പോൾ ഒരിക്കൽ കള്ളു കുടിച്ചിട്ട് എം അക്ബർ അതിനെ വെള്ള പൂശാൻ പലതും എം അക്ബർ പറയുന്നുണ്ട്. കാരണം മുഹമ്മദിൽ ഉത്തമ മാതൃക ഉള്ളതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്നോ ചെയ്തതിനെ എങ്ങനെ വെളുപ്പിക്കണമെന്നോ ഉത്തമ മാതൃക പുരുഷൻ, മുസ്ലിങ്ങൾക്ക് ഉത്തമ മാതൃക പുരുഷനായ മുഹമ്മദ് കാണിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഏത് രീതിയിലും അവർ വെളുപ്പിച്ചോളും, അതിന് കുഴപ്പമില്ല. അതിനെയും ഒരു ലോഡ് പെയിന്റ് ഇറക്കിയാണെങ്കിലും എന്ത് ചെയ്യും, ടാർട്ട് റോഡ് വേണമെങ്കിൽ അവർ വെളുപ്പിച്ച് തരും. അവിടെ ഏതെങ്കിലും രീതിയിൽ അവിടെ എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മന്ത്രത്തകടോ സാധനങ്ങളോ ഒക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി. അവരതിനെ വെള്ള പൂശി വെളുപ്പിച്ച് നല്ല രീതിയിൽ വെളുപ്പിച്ച് തരും. അതിന് കാലങ്ങളോളം വേണേലിരുന്നാണ്. പക്ഷെ ഉത്തമ മാതൃകയുള്ള മുഹമ്മദ് മദ്യം കുടിച്ചതുകൊണ്ട്, കള്ളു കുടിച്ചതുകൊണ്ട് ഈ എം അക്ബർ എന്ത് ചെയ്തു? കള്ളങ്ങ് കുടിച്ചു. ദേ കേട്ടോ. പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനും കള്ളുടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. ഭയങ്കര പുകഴ്ത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളുകൂടിയൻ പോലും പുകഴ്ത്തുന്നതിനേക്കാൾ നല്ല രീതിയിൽ അങ്ങ് പുകഴ്ത്തുകയാണ്. ആ പുകഴ്ത്തൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതേ ഇവരാണ് ആ പുകഴ്ത്തുന്നത്. നല്ല രസമുള്ള രുചിയുള്ള ഒരു പാനീയം. നിങ്ങളതൊന്ന് കേട്ട് നോക്ക്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോൾ പിന്നെ ആതിഥേയൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ പേര് പറഞ്ഞിട്ട്, അക്ബർ സാഹിബിനെ കുറച്ച് കള്ള് കൊടുക്കും. ഞാനും ഞെട്ടി, എന്താ സാധനം. അപ്പോൾ നല്ല രസമുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. ആ പറയുന്നതിൻ്റെ ഇത് കേട്ടോ, നല്ല രസമുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. അത് പറയുമ്പോൾ തന്നെ എം അക്ബർ കുടിച്ചതിൻ്റെ ആ സുഖം നാവിലേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ മാങ്ങയൊക്കെ കല്ലേ വെച്ച് ഇടിച്ച് പൊട്ടിച്ചിട്ട് ആ ഉപ്പും മുളക് പൊടിയൊക്കെ അങ്ങോട്ട് മുക്കുന്നത് നമ്മൾ ഈ യൂട്യൂബിലൂടെയും അല്ലാതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചെറുപ്പകാലത്ത് അത് കഴിച്ചതാണല്ലോ, അതിൻ്റെ ആ രുചി കയറി വരുന്നത് പോലെയാണ് എം അക്ബർ അതങ്ങോട്ട് പറയുമ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് അത് വിട്ടുമാറാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ആവേശത്തോടെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പി സ്കൂളിൽ നിന്ന് കുറേ ആൾക്കാർ ആട് മേയ്ക്കാൻ പോയതുപോലെ
ഇദ്ദേഹം ഇനി ഈ അവിടെ ഇരിക്കുന്നവരെല്ലാവരോടും ഇത് പറഞ്ഞു കൊതിപ്പിച്ചിട്ട് നേരെ ഈ ദ്വീപിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. കാണുമായിരിക്കാം. അപ്പം ആ സുഖം ഇങ്ങനെ അങ്ങ് പറയാണ്. പിന്നെ ഇവിടുത്തെ കള്ളും അവിടുത്തെ കള്ളുമായിട്ട് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി അതെല്ലാം അങ്ങ് റിസർച്ച് ചെയ്തു, അങ്ങ് പഠിച്ചു. അതിങ്ങനെ പുള്ളി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തന്നു, ഞങ്ങളിവിടെ ഇത് ദ്വീപിലാന്ന് എനിക്ക് ഓർമ്മല്ല, ഞങ്ങളിവിടെ വരുന്ന അതിഥികൾക്ക് സൽക്കരിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ്, ഞങ്ങളതിന് കള്ളെന്നാണ് പറയുന്നത്. ഇതെന്താ സംഭവിച്ചാൽ തെങ്ങിൽ നിന്ന് വെട്ടിയെടുത്ത് ഉടനെയുള്ള ആ നമ്മൾ ഇവിടുത്തെ കള്ള് തന്നെ, ഇവിടുത്തെ കള്ളാവുമ്പോൾ 2 ദിവസം കഴിയുമെന്ന് മാത്രം, അത് വെട്ടിയെടുത്ത ഉടനെയുള്ള പാനീയം നല്ല ടേസ്റ്റാണ്. അതിൽ ഫെർമെൻറ്റേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അത് ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ കള്ള് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കള്ള് കാരണം അവിടെ ചെത്തി ഇറക്കി അപ്പോൾ തന്നെ കൊടുക്കുക. കാരണം തെങ്ങേന്ന് അങ്ങോട്ട് ഇറക്കി ഇപ്പം തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ആണ്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അല്ല ഈ അക്ബർ സാഹിബേ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദാവാപ്രവർത്തകരോട് ചോദിക്കുക, ഈ കള്ളിന് പ്രോസസ്സിങ് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണോ? അത് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? കാരണം കള്ള് ചെത്തുന്നയാൾ മുകളിൽ കയറുകയും അതിൻ്റെ കൂമ്പിലിട്ട് അടിക്കുകയും അടിച്ചിട്ട് അത് നുരഞ്ഞു വരുന്നതും എല്ലാം ഉണ്ടല്ലോ. ഇനി അത് പോട്ടെ, ഈ ലക്ഷദ്വീപിൽ ഈ കള്ള് ചെത്തുന്നത് ആരാണ്? ഈ മുസ്ലിങ്ങൾ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരാണോ? അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരോട് ഇറക്കിയിട്ടുണ്ടോ? കാരണം എല്ലാ രീതിയിലും നിങ്ങൾ പറയുമല്ലോ, മദ്യം ഹറാമാണ്, പലിശ ഹറാമാണ്. നിങ്ങൾക്കൊക്കെ എത്രയോ ബാങ്കുകളിൽ നിങ്ങൾ പലിശ മേടിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു, പലിശ അടച്ചുകൊണ്ട് പലിശയ്ക്ക് കാശ് എടുക്കുന്നു, എന്നിട്ട് പറയും ഹറാമാണെന്ന്. എന്തിനാ ഈ ഇരട്ടത്താപ്പ് നയമായിട്ട് നടക്കുന്നത്? ഇനി ഇദ്ദേഹം അതിനെ അങ്ങ് വെളുപ്പിക്കുകയാണ്. കാരണം മുഹമ്മദ് കുടിച്ച നബീദും ഇതും എല്ലാം സെയിമാണ്. അതിങ്ങനെയാണ് പുള്ളി പറയുന്നത്. നാച്ചുറൽ വെട്ടി ഉടനെയാണ് വെട്ടിയിട്ട് പിന്നെ 12 മണിക്കൂറോ മറ്റോ കഴിയുന്നതിന് മുമ്പാണ് അവരിത് സെർവ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം, ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, തെങ്ങ് സമൃദ്ധമാണ്. അപ്പോൾ ഒരു രൂപത്തിലുമുള്ള എന്താ പറയുക മായങ്ങളുമില്ലാത്ത ഒരു പാനീയം എന്നുള്ള ഒരു തരം. ഇതേ സംഭവമാണ് നബീദ്. അത് നമ്മൾ പഠിച്ചു പോയാൽ കാണാൻ പറ്റും. ഇതേ സംഭവമാണ് നബീദ്. അത് നമ്മൾ പഠിച്ചു പോയാൽ കാണാൻ പറ്റും. അല്ല, ഒരു സംശയം അക്ബർ സാഹിബേ, ഈ ലഹരി ഇല്ലാത്തതാണ് ഈ നിങ്ങൾ കുടിച്ചതും മുഹമ്മദ് കുടിച്ചതെങ്കിൽ ഒരു ലഹരി ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഇത്ര രുചിയുള്ള നല്ല രസമുള്ള ഒരു പാനീയമാണെങ്കിൽ എന്തിനാ ഇത് നിരോധിച്ചത്? അത് മദ്യമല്ലല്ലോ, നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കാരണവശാലും അത് നിരോധിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ രീതിയിലും അത് മദ്യമല്ല, ലഹരിയില്ല. നബീദും ഇതും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഇത് നിരോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പക്ഷെ നമ്മൾ കാണില്ല. നമ്മുടെ മാനസികാവസ്ഥ അവിടെ തന്നെ ഞാൻ പറയുക, എന്നാലും റസൂൽ ഇത് ചെയ്തല്ലോ എന്നുള്ള മാനസികാവസ്ഥയിൽ പോയാൽ നമ്മൾ കാണൽ മുഴുവൻ തിരിച്ചായിരിക്കും. അതേസമയം റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയുണ്ടാകും എന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ കാണൽ മുഴുവൻ ഇതായിരിക്കും. അപ്പം നബീദുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഹദീസുകളിൽ നബീദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴച്ചാറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഫ്രൂട്ട്സിൻ്റെ നമ്മൾ വൈന്ന് പറയുന്ന ഈ മുന്തിരിച്ചാറിനെ പോലുള്ള സാധനം. ആ ചാറിനും പറയും വൈന്ന് നമ്മൾ എന്തിനു പറയും, പിന്നെ മുന്തിരി ജ്യൂസിനും പറയാമല്ലോ. അത് ഫെർമെൻ്റ് ആകുമ്പോഴാണ് ലിക്കർ ഷോപ്പിലുള്ള വൈനായി മാറുന്നത്, അത് പൊളിക്കുമ്പോൾ. ഇതേപോലെ ഇത് ഇത്ര ദിവസം വരെ കുടിക്കാം, ഇത്ര ദിവസം കഴിഞ്ഞാൽ കുടിക്കാൻ പാടില്ല എന്നെല്ലാമുള്ള ഹദീസുകൾ ഒരുപാടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് തന്നെ ഈ പ്രശ്നം കഴിയും.
ഇതെത്ര രസമായിട്ടാണ് നോക്കുക. ആ ഇല കൊണ്ട് മറച്ചു പിടിച്ചില്ല എന്നാണ് ചോദ്യം. ആരും കാണാതിരിക്കാനാണെന്നാണ് എഴുത്തുകാരന്റെ വ്യാഖ്യാനം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക ഇല ഉണ്ട്, അത് മറച്ചു പിടിച്ചുകൊണ്ട് സൂര്യപ്രകാശം തട്ടാതെയാകണത് കുടിക്കേണ്ടത് എന്നുള്ളതാണ് നിയമം. അല്ലെങ്കിൽ അത് പുളിച്ചു പോകുന്നുള്ളതാണ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ വിമർശനം വരുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ മിക്കതല്ല മുഴുവൻ. പിന്നെ പറയുന്നതാണ് ഇത് വിമർശനമാണ്. ഇതെങ്ങനെ വിമർശനമാകുന്നത്? നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വിളിച്ചു പറയുന്നത് എങ്ങനെ വിമർശനമാകുന്നത്? നിങ്ങളല്ലേ അതിനെ വിമർശിക്കുന്നത്. മുസ്ലിങ്ങളായെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളല്ലേ അതിനെ വിമർശിക്കുന്നത്. മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നുള്ളതിന് ഇഷ്ടം പോലെ ഹദീസുകൾ ലഭ്യമാണ്. പക്ഷെ പതിവ് പോലെ മുസ്ലിങ്ങൾ പരിഭാഷയിൽ കൃത്രിമം കാണിക്കാനും വാക്കുകൾക്ക് അർത്ഥം മാറ്റിക്കൊടുക്കാനും തുടങ്ങിയതോടെയാണ് മുഹമ്മദ് മദ്യപിച്ചിരുന്നില്ല എന്നൊരു വാദം ഇസ്ലാമിക ലോകത്ത് ഉടലെടുക്കാൻ തുടങ്ങിയത്. അധ്യായം 33:21 പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്കുത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അത് ശരിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ആ ഉത്തമമായ മാതൃക ഉള്ളതുകൊണ്ട് പുള്ളി നേരെ ലക്ഷദ്വീപിലേക്ക് പോയി അടിച്ചത്. കാരണം മുഹമ്മദ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഉത്തമമായ മാതൃക കണ്ടില്ല. അങ്ങ് തൗബ ചെയ്താൽ മതി. ഇവർക്ക് എന്ത് ചെയ്താലും ഉടനെ തൗബ 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 ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. ഈ അങ്ങിരുന്നങ്ങ് തൗബ ചെയ്താൽ മതി. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഉടനെ തൗബ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ മുഹമ്മദിൽ ഉത്തമമായ മാതൃക ഉള്ളതുകൊണ്ട് മുഹമ്മദ് തണ്ണിമത്തം കഴിച്ചപ്പോൾ അതിൻ്റെ കുരു വിഴുങ്ങിയോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് തണ്ണിമത്തം തന്നെ കഴിക്കാതിരുന്ന സഹാബാക്കൾ മദീനയിൽ ഉണ്ടായിരുന്നതായി മുസ്ലിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ നമുക്ക് കാണാം. ഞങ്ങളാരും എഴുതിയതല്ല, മുസ്ലിങ്ങൾ എഴുതിയ പുസ്തകത്തിലാണ്. ഇനി മുഹമ്മദ് കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ കുരു തുപ്പിക്കളഞ്ഞാൽ അതിന് അഭിചര്യ ലംഘിക്കലാകും. അതല്ല, മുഹമ്മദ് തണ്ണിമത്തൻ്റെ കുരു തുപ്പിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളത് വിഴുങ്ങിയാലും നബിചര്യ ലംഘിക്കലാകും. അതുകൊണ്ട് തണ്ണിമത്തം തന്നെ തിന്നണ്ട എന്ന് തീരുമാനിച്ച സ്വഹാബികളും മദീനയിൽ ഉണ്ടായിരുന്നു. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കോണേ. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കുരു വിഴുങ്ങിയോ കുരു തുപ്പിയോ ഇനി എത്ര കുരുവാണ് തിന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ സഹാബാക്കൾ എന്ത് ചെയ്തു? സ്വഹാബികൾ അവരെന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിപ്പോയി. മുഹമ്മദിന് ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ മുഴത്തിന് മുഴവായും ചാണിന് ചാണായി മുഹമ്മദിനെ പിൻപറ്റുന്ന ആളുകളുള്ള മദീനയിൽ സ്വഹാബിമാരെല്ലാം കുടിച്ച് ഫിറ്റായി നടക്കുകയും മുഹമ്മദ് മാത്രം കുടിക്കാതെ നടക്കുമായിരുന്നു ചെയ്തത് എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ: മുഹമ്മദിനെ സ്വഹാബികൾ മാതൃകയാക്കിയിരുന്നില്ല എന്നൊരർത്ഥം. മനസ്സിലായോ? സ്വഹാബികൾ എല്ലാവരും അടിച്ചു പൂസായിട്ട് നടക്കുമ്പം മുഹമ്മദ് മാത്രം കുടിക്കാതെ നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ അല്ലെങ്കിലും മുസ്ലിങ്ങൾ ആരും മാതൃകയാക്കുന്നില്ല. ഏത് കാര്യത്തിലാണ് മാതൃകയാക്കുന്നത്? മുഹമ്മദിനേക്കാൾ ധാർമ്മികത കൂടിയവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. മുഹമ്മദിൻ്റെ ഭാര്യമാരെക്കാൾ ധാർമ്മികത കൂടിയവരാണ് മുസ്ലിമിൻ്റെ ഭാര്യമാർ. മനസ്സിലായോ? മുഹമ്മദിൻ്റെ ഭാര്യമാർ അത്രയും ധാർമ്മികയുടെ 100% കൂടുതലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾക്ക്. അത് ഏത് സുഹരിയാണെങ്കിലും കണക്കാണ്. മുഹമ്മദ് മദ്യപിക്കാതിരുന്ന ഒരാളായിരുന്നെങ്കിൽ 33:21 പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന കൽപ്പന അനുസരിച്ച് സ്വഹാബിമാരും മദ്യപിക്കാതെ നടക്കുന്നവരായിരുന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ മുൻപ് പറഞ്ഞ ഹംസ വെള്ളമടിച്ച സംഭവം, അലി വെള്ളമടിച്ച സംഭവം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് വെള്ളമടിച്ച് പൂസായി നടക്കുന്ന ആളായിരുന്നതുകൊണ്ട് സ്വഹാബിമാരും വെള്ളമടിച്ച് പൂസായി നടന്നു. മുഹമ്മദ് വെള്ളമടിച്ച് യുദ്ധത്തിന് പോയി, അതുകൊണ്ട് സ്വഹാബിമാരും വെള്ളമടിച്ച് പൂസായി യുദ്ധത്തിന് പോയി എന്ന വാദം 33:21 ആയത്ത് അനുസരിക്കുന്നവരായിരുന്നു സ്വഹാബിമാർ എന്നതിന് തെളിവാണ്. മനസ്സിലായോ? മുഹമ്മദ് വെള്ളമടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയി, സ്വഹാബിമാരും അങ്ങനെ പോയി. അതുകൊണ്ട് അവർക്ക് പ്രശ്നമല്ലല്ലോ. പ്രമുഖ സ്വഹാബിയായ അബൂ തൽഹ് വീട്ടിൽ തന്നെ ഒരു വലിയ മദ്യശാല ഉണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് അബൂ തൽഹയുടെ ഷാപ്പിൽ കള്ളെടുത്ത് കൊടുക്കാൻ നിന്ന ആളാണ്. അനസിൻ്റെ മാതാവ് അബൂ തൽഹ ഭാര്യമാരിൽ ഒരാളുമായിരുന്നു. തെളിവിന് ഹദീസുണ്ട്.
തെളിവിന് ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. ഹദീസുകൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ലാന്നേ. നിങ്ങളൊക്കെ അംഗീകരിച്ചാൽ മതി എന്നുള്ളൂ. നിങ്ങൾ ഹദീസുകൾ അംഗീകരിക്കുന്നില്ല. ഹദീസുകൾ വേണോ? തരാം. അനസ് ഇബ്നു മാലിക് നിവേദനം: ഞാൻ അബൂ തൽഹയുടെ വീട്ടിൽ കള്ള് നൽകുന്നവരിൽ ഒരാളായിരുന്നു. അവർ കുടിച്ചിരുന്നത് കാരക്കയും ഈന്തപ്പഴത്തിൻ്റെ സത്തിൽ നിന്നുണ്ടാക്കിയ പാനീയം മാത്രമായിരുന്നു. അപ്പോഴതാ ഒരാൾ വിളിച്ചു പറഞ്ഞു. അബൂ തൽഹ പറഞ്ഞു, നീ പുറത്തുപോയി നോക്കുക എന്താണ് എന്ന്. ഞാൻ പുറത്തുപോയി ശ്രദ്ധിച്ചു. അറിയുക, കള്ള് വിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിളിച്ചു പറയുന്നത്. അങ്ങനെ അത് മദീനയിലെ വഴികളിൽ ഒഴുക്കി. അബൂ തൽഹ എന്നോട് പറഞ്ഞു, നീ പുറത്തുപോയി അത് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കി. അപ്പോൾ ചിലർ പറഞ്ഞു, അവൻ നശിച്ചിരിക്കുന്നു, ഇവൻ നശിച്ചിരിക്കുന്നു, ആ പാനീയം അവരുടെ വയറ്റിലുണ്ട്. നിവേദകൻ പറയുന്നു, ഇത് അനസ് പറഞ്ഞതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ സൂറത്ത് മായിദയിലെ 93-ാം ആയത്ത് അല്ലാഹു ഇറക്കി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ല. അവർ അല്ലാഹുവെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനുണ്ട്. നേരത്തെ കഴിച്ചൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ മുഹമ്മദിനോട് പറയാം, നീ മുൻ ചെയ്ത പാപങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളും എന്ത് ചെയ്യാം, ഞാൻ പുറത്തു തരാമെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ ഈന്തപ്പഴച്ചാറും മുന്തിരിനീരും ഒക്കെ പുളിപ്പിച്ചെടുക്കുന്ന നബീദ് എന്ന മദ്യം മുഹമ്മദ് കുടിച്ചിരുന്നതായ ഹദീസുകളുണ്ട്. മദ്യനിരോധനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് നബീദ് കുടിച്ചിരുന്നു. മുഹമ്മദ് കുടിക്കുക മാത്രമല്ല, ബാക്കി വരുന്ന നബീദ് തൻ്റെ അനുയായികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ആയിഷയും അനസും അബൂ ഹുറൈറയുമെല്ലാം മുഹമ്മദിന് നബീദ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നീട് സമ്പൂർണ്ണ മദ്യനിരോധം ഇസ്ലാമിൽ വന്നപ്പോൾ മുഹമ്മദ് നബീദ് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഈ എം അക്ബർ പറഞ്ഞതുപോലെ നബീദും ഈ എം അക്ബർ കുടിച്ച കള്ളും ലഹരി ഒന്നുമില്ല, നല്ല രസമുള്ള നല്ല സുഖമുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇത് നിരോധിച്ചത്? നിരോധിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? അപ്പോൾ ഈ മുഹമ്മദ് നബീദ് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കുടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഹദീസ് തരാം. തുമാമ റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ആയിഷയെ കണ്ടുമുട്ടുകയും നബീദിനെ കുറിച്ച് അവളോട് ചോദിക്കുകയും ചെയ്തു. ആയിഷ ഒരു അബീസിനിയൻ വേലക്കാരിയെ വിളിച്ചു പറഞ്ഞു, അവളോട് ചോദിക്കൂ, അള്ളാഹുവിൻ്റെ ദൂതന് നബിക്ക് വേണ്ടി നബീദ് തയ്യാറാക്കിയത് അവനാണ്. അബീസിനിയൻ പറഞ്ഞു, ഞാൻ നബിക്ക് വേണ്ടി രാത്രിയിൽ ഒരു വെള്ളത്തോലിൽ നബീദ് തയ്യാറാക്കി. അതിൻ്റെ വായ കെട്ടിയിട്ട് നിർത്തി. പ്രഭാതമായപ്പോൾ നബി അതിൽ നിന്ന് കുടിച്ചു. ഇത് 4976 സ്വഹീഹ് മുസ്ലിം പോയി നിങ്ങൾ ഇംഗ്ലീഷിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അടുത്ത ഹദീസ്, ആയിഷ നിവേദനം: അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ഞങ്ങൾ നബീദ് ഒരുക്കി. അതിൻ്റെ മുകൾ ഭാഗം കെട്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊരു ദ്വാരമുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ നബീദ് തയ്യാറാക്കി, വൈകുന്നേരം അദ്ദേഹം അത് കുടിച്ചു. രാത്രിയിൽ ഞങ്ങൾ നബീദ് തയ്യാറാക്കി, നബി രാവിലെ അത് കുടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം മനസ്സിലായി? ഇദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ്. ഇനി വേറൊരു വിഷയം ഇവർക്കുണ്ട്. എന്താണെന്നറിയോ? അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം അക്ബറിൻ്റെ കൂട്ടത്തിലുള്ള ആൾ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്ന ഹദീസുകളും മുഹമ്മദിൻ്റെ ഉപദേശവും വെച്ച് എം അക്ബർ മുർദ്ദതാണ്. കള്ളു കുടിച്ച് എം അക്ബർ മുർദ്ദതായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് ഞാൻ കേൾപ്പിക്കാം. അത് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് 1-2 ഹദീസുകളൊന്ന് നോക്കിയിട്ട് അത് കേൾക്കാം. ഇബ്നു ഉമർ നിവേദനം, റസൂൽ പറഞ്ഞു, എല്ലാ ലഹരി ഉണ്ടാക്കുന്നവയും കള്ളാകുന്നു, എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാകുന്നു. ദുനിയാവിൽ വെച്ച് കള്ളു കുടിച്ചവൻ അതിൽ പശ്ചാത്തപിക്കാതെ പതിവാക്കിയവനായിട്ട് മരണപ്പെടുന്നതെങ്കിൽ പരലോകത്ത് വെച്ച് അത് അവൻ കുടിക്കുന്നതല്ല. ഇപ്പം എല്ലാ ലഹരി ഉണ്ടാക്കുന്നവയും കള്ളാകുന്നു. എം അക്ബറിനോട് ഞാനും പറയാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനവും ചെത്തി ഇറക്കി കൊണ്ടുവന്നപ്പോഴത്തേന് മേടിച്ചു കുടിച്ചില്ലേ, അത് കള്ള് തന്നെയാണ്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണ്. വെച്ചാൽ കള്ളിൻ്റെ ഒരു അംശം പോലും നാവെ തൊടാൻ പാടില്ലായിരുന്നെന്ന്. അതിഥി സൽക്കാരമാണെങ്കിൽ പോലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണാമല്ലോ. ക്രിക്കറ്റ് കളിക്കകത്ത് ഇസ്ലാമായിട്ടുള്ള 2 പേരുണ്ട്, അല്ലെങ്കിൽ 2-3 പേരുള്ളപ്പോൾ അവർ കപ്പ് നേടിക്കഴിയുമ്പോൾ ഷാമ്പയിനൊക്കെ പൊട്ടിക്കും.
പൊട്ടിക്കുമ്പോൾ ഇവരങ്ങ് മാറി നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രചരണമാണ്. കണ്ടോ, അവരുടെ ദേഹത്ത് ഒരു ലഹരി പദാർത്ഥം വീഴാതിരിക്കാൻ വേണ്ടി അവർ ഓടി മാറിയത് കണ്ടോ. എന്ത് അതിമനോഹരമാണ് ഇസ്ലാം. ഇസ്ലാമിനെ പുൽകൂ, ഇസ്ലാമിനെ എടുക്കൂ, ഇസ്ലാമിനെ കൊണ്ടുപോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കിടന്നുകൊണ്ട് തള്ളു. അക്ബർ അറിഞ്ഞില്ലേ ഇത്? നിങ്ങളുടെ അക്ബർ ഇത് അറിഞ്ഞില്ലേ? ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളെത്തുക എന്നയാള് ആ മനുഷ്യൻ തെങ്ങിൽ കയറി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന മാട്ടമൊക്കെ റെഡിയാക്കി അതിൻ്റെ കൂമ്പൊക്കെ ചെത്തി അത് നല്ലപോലെ ആ എല്ലും കൊണ്ട് അടിച്ച് അടിയിൽ കിടക്കുന്ന കല്ലിനെ ഞൊരച്ച് മുകളിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് കുടത്തിൻ്റെ അകത്തേക്ക് ആക്കി അത് തെങ്ങിൽ നിന്ന് ഇറക്കി. അത് കള്ള് തന്നെയാണെന്നേ. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും കള്ള് തന്നെ. എന്നിട്ട് ഈ കള്ളു കുടിയാനായ അക്ബറിന് എന്താ ചെയ്യുക? അടുത്തൊരു ഹദീസ് ഇബ്നു ഉമർ നിവേദനം, റസൂൽ പറഞ്ഞു, ദുനിയാവിൽ നിന്ന് കള്ളു കുടിച്ചവന് പരലോകത്ത് അത് നിഷേധിക്കപ്പെടുന്നതാണ്. അക്ബറെ കിട്ടൂല. കള്ളു കുടിച്ച അക്ബറിന് പരലോകത്തിന് എവിടെ ചെന്ന് മദ്യത്തിന്റെ പുഴയോ മദ്യത്തിന്റെ അകത്തുനിന്ന് കോരി കുടിക്കാവുന്നോ ഏത് സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് കിട്ടൂല. മനസ്സിലായോ? അക്ബറിന് കിട്ടൂല. ഇനി അക്ബറിന്റെ ശിഷ്യനും അക്ബറിന്റെ കൂട്ടുകാരനുമായ സഹയാത്രികരുമായിട്ടുള്ള ആളെന്താ പറയുന്നതെന്ന് നിങ്ങൾ കേട്ടോ. ചില ഹറാമുകൾ മഹാപാപങ്ങളാണ്. ആ മഹാപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ലഹരി ഉപഭോഗം എന്ന് പറയുന്നത്. അതല്ലാതെ ചെറിയ നിസ്സാരമായൊരു തെറ്റല്ല, അത് വലിയൊരു തെറ്റാണ്. ഒരു വിശ്വാസി നിർബന്ധമായി മാറി നിൽക്കേണ്ട ഒരു തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ലഹരിയുടെ എല്ലാ രൂപങ്ങളും നിഷിദ്ധമാണ്. ഇപ്പം മദ്യം മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ ഒരു കള്ളുകൂടി എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ബിയർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയി ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു മീറ്റിംഗിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കല്യാണ പാർട്ടിയിൽ വളരെ ഡീസന്റ് ആയി വളരെ സമൂഹത്തിലെ എലീറ്റുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു കുഴപ്പമില്ല നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടുന്ന് പോയിട്ട് മദ്യമല്ലാത്ത ലഹരിയുടെ നാനാതരം രൂപങ്ങൾ നമ്മുടെ കൗമാരത്തിന്റെ ഞരമ്പുകളിലേക്ക് കുത്തിവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് കള്ള് മാത്രമല്ല, ലഹരിയുടെ ചെറുതും വലുതുമായ സകല രൂപങ്ങളും അത് പാപങ്ങളാണ്, തിന്മയാണ്. അത് എത്ര ചെറിയ അളവിലാണെങ്കിലും നിഷിദ്ധമാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹരി കുറേ കുടിച്ചാലാണ് കുഴപ്പമെന്നല്ല, അത് ഏറ്റവും മൈന്യൂട്ടായ ഒരു തന്മാത്രയുടെ തലത്തിൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലഹരി നിഷിദ്ധമാണ്, പാപമാണ്, വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഭൂമിയിൽ മദ്യം നിരോധിച്ച പകരം സ്വർഗത്തിൽ അത് പരിധിയില്ലാതെ കുടിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അണികളെ കൂടെ നിർത്തുന്ന തന്ത്രമാണ് അന്ന് മുഹമ്മദ് ചെയ്തത്. ഇതേ തന്ത്രമാണ് അക്ബറും കൂട്ടരും യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, മദ്യം വിളമ്പി യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളക്കര മുഴുവനും പറഞ്ഞു നടന്നപ്പോൾ ഇപ്പം എന്തായി? ആ തന്ത്രത്തിൽ വീണുപോയ കുറെ തന്ത്രശാലിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തന്ത്രശാലിയായ അടിമകൾ ആ തന്ത്രത്തിൽ വീണുപോയി. നല്ലവരായിട്ടുള്ള കുറേ ആൾക്കാരും ആ തന്ത്രത്തിൽ വീണ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതെന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലായി. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചിട്ട് വേണം മുഹമ്മദ് മദ്യപിച്ചിരുന്നോ എന്ന് പരിശോധിക്കാൻ. കാരണം ഈ പശ്ചാത്തലം ഉള്ളിൽ കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ അക്ബർ സ്വർഗത്തിൽ അതും ഇതുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ആള് ഇപ്പം എന്തായി? പോയി കുടിച്ചത്. ഇപ്പം ലഹരി ഏത് മദ്യമാണെങ്കിൽ അക്ബർ മഹാഭാവിയാണ്. എൻ്റെ അവകാശവാദമല്ല, അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ പറഞ്ഞതാണ്. അക്ബർ മഹാഭാവിയാണ്. കാരണം ലഹരി ഉണ്ടാക്കുന്ന ഏതും മദ്യമാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞെന്താണ്? ഹറാമുകൾ മഹാപാപമാണ്. ആ മഹാപാപങ്ങളിൽ പെട്ട ഒന്നാണ് ലഹരി ഉപഭോഗം എന്നാണ് പറയുന്നത്. അല്ലാതെ ചെറിയ നിസാരമായി തെറ്റല്ല, അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരു വിശ്വാസി നിർബന്ധമായി മാറി നിൽക്കേണ്ട തെറ്റാണ്. എല്ലാ രൂപങ്ങളിലും നിഷിദ്ധമാണ്. കള്ളുകുടി എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടാണ്. അങ്ങനെയല്ല, വളരെ ഡീസൻ്റായി ഓഫീസിലെ മീറ്റിങ്ങിലൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് കല്യാണ പാർട്ടിയിലൊക്കെ കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അത് കഴിക്കാനേ പാടില്ല. കാരണം ലഹരി പദാർത്ഥങ്ങളെല്ലാം എന്ത് ചെയ്യാണ്? പ്രശ്നമാണ്. അക്ബർ പോയി കള്ളു കുടിച്ചു. കാരണം മുഹമ്മദ് പറഞ്ഞെന്താ? എല്ലാ ലഹരി ഉണ്ടാക്കുന്നവയും കള്ളാകുന്നു. ആ കള്ളാണ് പോയി കുടിച്ചത്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാകുന്നു. ലഹരി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള സാധനമാണ് ഇറക്കിക്കൊണ്ടുവരുന്നെങ്കിലും പ്രോസസ്സിങ് ഇവർ ചെയ്യുന്ന പണിയെല്ലാം ഒന്ന് തന്നെയല്ലേ? ആ സാധനവും കുടിച്ചു. അപ്പോൾ ദുനിയാവിൽ വെച്ച് കള്ളു കുടിച്ചവൻ പരലോകത്ത് കള്ളു കുടിക്കത്തില്ല എന്ന് പറയുമ്പോൾ അക്ബറിനും കൂട്ടർക്കും ലക്ഷദ്വീപ് കള്ളു കുടിച്ച് കിടക്കുന്ന ഒരുത്തരും പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള രുചിയുള്ളതൊന്നും കുടിക്കാൻ പറ്റത്തില്ലല്ലോ അക്ബറെ. അപ്പോൾ എന്തായി? താങ്കൾ ഒരു മൂർഖത എന്ന് വേണം പറയാൻ.
താങ്കളും താങ്കളുടെ ഉപദേശം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോയി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന മുർത്തതായി, അവരും മുർത്തതായി. കാരണം എന്താ, നബീദ് തന്നെയാണിത്. ഇത്രയ്ക്ക് നല്ല സുഖമുള്ള സാധനമാണ്, എന്തിനാ പിന്നെ അത് നിരോധിച്ചത്? അങ്ങ് കുടിച്ചുകൊണ്ട് നടന്നാൽ പോരായിരുന്നു. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. ദൈവവചനത്തിനെതിരെ, സത്യദൈവത്തിനെതിരെ നിങ്ങൾ എന്ന് കച്ച കെട്ടി പുറത്തേക്ക് ഇറങ്ങിയോ അന്ന് മുതൽ നിങ്ങൾക്ക് എന്തു പറ്റി? എല്ലാ രീതിയിലും പ്രശ്നങ്ങളാണ്. ഞങ്ങളിപ്പോഴും താങ്കളെ സ്നേഹിക്കുന്നുണ്ട് എം അക്ബർ. ഞങ്ങൾക്ക് നിങ്ങളെ പ്രാകാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള അപായത്തിൽപ്പെടുത്താനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു സംവാദം നടത്തിയാൽ തീരുന്ന വിഷയമുള്ളൂ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിങ്ങൾ വരത്തില്ല, നിങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടുന്ന് നേരെ തമിഴ്നാട്ടിൽ പോയി സംവാദത്തിന് പോകില്ലേ എന്ന് അവരോട് പോയി പറഞ്ഞത്. അവരത് കാര്യമാക്കിയില്ല, അവർ ആ വീഡിയോ സഹിതം പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് അമ്മ പറയാം, ഇനിയെങ്കിലും ഈ കള്ളുകൂടിയൊക്കെ നിർത്തണം കേട്ടോ, ഉപദേശിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കാൻ പറയില്ല. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല. അതുകൊണ്ട് ഈ മദ്യത്തിന് വേണ്ടി ഇനിയും ലക്ഷദ്വീപിലേക്കൊന്നും പോകരുത് കേട്ടോ. കാരണം എന്താ, ദുനിയാവിൽ വെച്ച് കള്ള് ഇങ്ങനെ കുടിച്ച് നടന്നു കഴിഞ്ഞാൽ പരലോകത്ത് കിട്ടൂല കേട്ടോ, അള്ളാഹു തരൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയാണ്, മദ്യപാനം ഇസ്ലാമിനല്ല ക്രിസ്ത്യാനിറ്റിക്കല്ല ആർക്കും നല്ലതല്ല. നിങ്ങൾ മദ്യപിക്കാതിരിക്കുക. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കാതിരിക്കുക. മുഹമ്മദിൻ്റെ ആ മാതൃക പിൻപറ്റി പോകുന്ന എം അക്ബറിനോടും കൂട്ടരോടും പറയാണ്, ആ മാതൃകയിൽ നിങ്ങൾ പിൻപറ്റി പോയി കഴിഞ്ഞാൽ മുൻകീറിൻ്റെ നക്കീറിൻ്റെ അടി മേടിച്ച് കബറ് ദണ്ഡനം, കബറ് ശിക്ഷ, കബറ് കാര്യങ്ങളെല്ലാം നടത്തി നിങ്ങൾ വെറുതെ അവിടെ കിടന്ന് നിലവിളിക്കാമെന്നല്ല യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഏക ഒരാശ്രയം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ വിശ്വാസത്തിനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.